നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിംഗിൾ ലൈഫാണോ നല്ലത്, അതോ റിലേഷൻഷിപ്പാണോ നല്ലത്? ഇപ്പോഴത്തെ കാലത്ത് ജീവിക്കുന്ന പലർക്കും ഉള്ള ഒരു സംശയമാണത്. ഏതാണ് ബെറ്റർ? ഇന്നത്തെ വീഡിയോയിൽ സിംഗിൾ ലൈഫിൻ്റെയും റിലേഷൻഷിപ്പിൻ്റെയും പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഇത് കേട്ടതിന് ശേഷം നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം ഏതാണ് ബെറ്റർ, ഏതാണ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിൽ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ആ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. ആദ്യം നമുക്ക് സിംഗിൾ ലൈഫിലേക്ക് വരാം. ഒരാൾ സിംഗിൾ ലൈഫ് ചൂസ് ചെയ്യണമെങ്കിൽ അതിന് പല കാരണങ്ങളുണ്ടാകാം. ആ കാരണങ്ങൾ ഏതാണെന്ന് പരിശോധിച്ചാൽ അതിൽ ഒന്നാമത്തേത്, ഈ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടും സക്സസ് ആവാതെ വരുന്നവർ പിന്നീട് അത് മടുത്തിട്ട് സിംഗിൾ ലൈഫിലേക്ക് പോകുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. നമ്മളിൽ പലരും അവരെ പിന്നെ പെണ്ണ് കിട്ടാത്തവൻ എന്നും പറഞ്ഞ് കളിയാക്കും. അതിൻ്റെ ഇച്ഛാഭംഗം തീർക്കാൻ വേണ്ടിയിട്ട് അവർ തിരഞ്ഞെടുക്കുന്ന വഴിയാണ് സിംഗിൾ ലൈഫ്. അവർ സിംഗിൾസിനെ പൊക്കിപ്പറയുകയും സിംഗിൾ ലൈഫിനെ ഒരുപാട് പുകഴ്ത്തുകയും ചെയ്യും. രണ്ടാമത്തെ വിഭാഗം വരുന്നത് ഈ പെൺകുട്ടികളോട് മിണ്ടാനും അവരോട് സംസാരിക്കാനും പേടിയുള്ള ആളുകളുണ്ട്. അവരും സിംഗിൾ ലൈഫ് ചൂസ് ചെയ്യും. അത് പക്ഷേ അവരുടെ സാഹചര്യം കൊണ്ടോ അവസ്ഥ കൊണ്ടോ ആണ്. പിന്നെ മൂന്നാമത്തെ ഒരു വിഭാഗം ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള നെഗറ്റീവായിട്ടുള്ള മാത്രം കാര്യങ്ങൾ കണ്ടും കേട്ടും അറിവുള്ളവർ സിംഗിൾ ലൈഫ് ചൂസ് ചെയ്യും. തങ്ങളൊരു റിലേഷൻഷിപ്പ് തുടങ്ങുകയാണെങ്കിൽ തങ്ങൾക്കും ഈ വക പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടി വരും എന്ന പേടി കൊണ്ടാണ് അവർ സിംഗിൾ ലൈഫ് ചൂസ് ചെയ്യുന്നത്. സിംഗിൾ ലൈഫിൽ ഇരിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ, നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു പ്രയോറിറ്റി കിട്ടും. നിങ്ങൾക്ക് നിങ്ങളുടെ തീരുമാനങ്ങൾ മാത്രം നോക്കിയാൽ മതി, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. മറ്റൊരാളോട് അഭിപ്രായം ചോദിക്കേണ്ട കാര്യമോ ഒന്നും തന്നെ സിംഗിൾ ലൈഫ് നയിക്കുന്നവർക്ക് വരുന്നില്ല. എന്നാൽ ഈ സിംഗിൾ ലൈഫ് എന്ന് പറയുന്നത് അതിന് ഒരു കാലാവധിയുണ്ട്. സിംഗിൾ ലൈഫിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ആജീവനാന്തം വിവാഹം പോലും കഴിക്കാതിരിക്കുന്ന ആളുകളുണ്ട്. സ്വന്തമായ തീരുമാനങ്ങളും പ്രവർത്തികളും ചെയ്യാനും എടുക്കാനും പറ്റുന്ന സാഹചര്യം വരെ മാത്രമേ നമ്മൾ സിംഗിൾ ലൈഫ് ബെറ്ററാണ് എന്ന് പറഞ്ഞു നടന്നിട്ട് കാര്യമുള്ളൂ. ഇനിയും റിലേഷൻഷിപ്പിലേക്ക് വരികയാണെങ്കിൽ സിംഗിൾ ലൈഫിൽ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും പല കാര്യങ്ങളും. നിങ്ങൾക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയെന്ന് വരില്ല. നിങ്ങൾക്കൊരുപക്ഷെ നിങ്ങളുടെ പാർട്ട്ണറുടെ തീരുമാനങ്ങൾ കൂടി കേൾക്കേണ്ടി വരും. ചിലപ്പോൾ അതനുസരിക്കേണ്ടി വരും. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചിലപ്പോൾ പ്രയോറിറ്റി കിട്ടിയെന്ന് വരില്ല. അതുപോലെ നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയെന്നും വരില്ല. ചിലപ്പോൾ അവരോട് അഭിപ്രായം ചോദിക്കേണ്ടി വരും. സ്വന്തം അഭിപ്രായത്തിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും. ഒരുപക്ഷെ വൈകാരികമായിട്ടുള്ള പല അനുഭവങ്ങളിലൂടെ നിങ്ങൾക്ക് കടന്നു പോകേണ്ടി വരും. നിങ്ങളുടെ പാർട്ട്ണർക്ക് വേണ്ടി നിങ്ങൾക്ക് പല വിട്ടുവീഴ്ചകൾക്കും വേണ്ടി തയ്യാറാകേണ്ടി വരും. പല റിലേഷൻഷിപ്പുകളും പ്രശ്നങ്ങളുണ്ടാകുന്നത് സ്വാഭാവികമാണ്. യാതൊരു കുഴപ്പവുമില്ലാതെ കൊണ്ടുപോകുന്ന റിലേഷൻഷിപ്പിൽ പല കള്ളത്തരങ്ങളും ഉണ്ടായിരിക്കും. റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോഴാണ് നമ്മുടെ പാർട്ട്ണറിനെ നമുക്ക് കൂടുതൽ അടുത്തറിയാൻ സാധിക്കുന്നത്. പരിഹരിക്കപ്പെടാവുന്ന പ്രശ്നങ്ങൾ റിലേഷൻഷിപ്പുകളിൽ ഉണ്ടാവുന്നത് ഒരിക്കലും ഒരു മോശമായ കാര്യമല്ല. അതുപോലെ തന്നെ നമ്മൾ ഒറ്റയ്ക്കെടുക്കുന്ന പല തീരുമാനങ്ങളും തെറ്റായി പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അഭിപ്രായം ചോദിക്കാനോ മാർഗനിർദ്ദേശം തരാനോ ആരെങ്കിലും ഒരാൾ ജീവിതകാലം മുഴുവൻ ഉണ്ടാകുകയാണെങ്കിൽ അത് നല്ല കാര്യമാണ്. നമ്മൾ മനുഷ്യർ സാമൂഹ്യ ജീവികളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു വസ്തുവിനെയോ ഒരു വ്യക്തിയെയോ ഡിപ്പെൻഡ് ചെയ്യാതെ ഈ സമൂഹത്തിലോ ഈ ലോകത്തിലോ തന്നെ ജീവിക്കാൻ സാധിക്കുകയില്ല. നമ്മൾ എത്രയൊക്കെ മനോഭാവം കാണിച്ചാലും എത്രയൊക്കെ ഈഗോ കാണിച്ചാലും ഒന്നിൽ കൂടുതലോ ആളുകളെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അത് നമ്മുടെ സർവൈവലിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്. ഇത് ഹ്യൂമൻ എവല്യൂഷൻ അല്ലെങ്കിൽ മനുഷ്യൻ്റെ പരിണാമ കാലഘട്ടം തൊട്ട് വന്നു ചേർന്ന ഒരു കാര്യമാണ്. സിംഗിൾ ലൈഫ് നയിക്കുന്നതും റിലേഷൻഷിപ്പ് തുടങ്ങുന്നതും ഒക്കെ ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനങ്ങളാണ്. ഈ രണ്ട് തരത്തിലുള്ള ജീവിതത്തിലും പല പ്രശ്നങ്ങളും പല നേട്ടങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഏതാണ് ബെറ്റർ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ സ്വയം ചൂസ് ചെയ്യാം. വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ ഗുഡ് ബൈ.